ഓട് ഓട്. നിങ്ങളെന്താണ് ഈ താഴെ ഈ സാധനങ്ങളൊക്കെ ഇടുന്നത്? എന്താണ് അത് നിങ്ങളുടെ അപ്പിയാണ്? അത് ഭക്ഷണത്തിന്റെ ഇങ്ങനെ അലങ്ങിരങ്ങി പോലെയാണോ? ഈ വെള്ളമൊക്കെ 2 ദിവസമേ ആയിട്ടുള്ളൂ. ഈ വെള്ളം കിടക്കുന്നിട്ടാ. എനിക്ക് പണ്ടുണ്ടായിരുന്നതൊക്കെ ഞാൻ ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ ശരിയാക്കി കൊണ്ടിരുന്നത്. ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ തന്നെ പല്ലേപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം മീനുകളോട് കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്തത്. ഇതെന്താണെന്ന് വെച്ചാൽ അവർ ഭക്ഷണം എന്താണ് അലിഞ്ഞവിടെ കിടക്കുന്നതാണോ അതോ അവരുടെ അപ്പിയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ കംപ്ലീറ്റ് അതിൻ്റെ അടിയിലായിട്ടേ ഒരു തരിതരിത് പോലെ കിടക്കുന്നുണ്ട്. നമ്മളിപ്പം 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ പണ്ടൊക്കെ വീട്ടിൽ മീൻ ഉണ്ടായിരുന്നപ്പോൾ ഒരാഴ്ചയൊക്കെ കൂടുമ്പോൾ നമുക്ക് വെള്ളം മാറ്റിയാൽ മതിയായിരുന്നു. അപ്പം ഞാൻ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും ഞാൻ വെള്ളം മാറ്റിയൊന്നുമില്ല, കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾക്ക് ഇന്ന് രാവിലെ ദോശയാണ്. അപ്പോൾ ദോശയൊക്കെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ ദോശ അരയ്ക്കണ സമയത്ത് ഒരു നുള്ളി ഈസ്റ്റും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മൾ ദോശ ചുടുമ്പോൾ ഇനിയിപ്പം ദോശേൻ്റെ ടേസ്റ്റ് മാറിപ്പോകുന്ന ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നോക്കാം. പിന്നെ ഞാൻ ആദ്യം സാധാ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഞാൻ ഏട്ടൻ വരുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ തോന്നുന്ന സമയത്ത് ഒരു ചമ്മന്തി കിട്ടി. ആ ചമ്മന്തി കണ്ടു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണേ. അപ്പോൾ നോക്കിക്കോ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക്. പക്ഷേ എൻ്റെ വറ്റൽമുളക് ഞാനിട്ടത് കൂടിപ്പോയി, അതുകൊണ്ട് ഞങ്ങളുടെ ചമ്മന്തിക്ക് ഒരു ഇച്ചിരി എരിവ് കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ വറ്റൽമുളക് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് ആ സാധനം വേറൊരു പാത്രത്തിലേക്ക് അങ്ങനെ പാടി തന്നെ എടുത്ത് മാറ്റി വയ്ക്കുക. ഒരുപാട് ഇങ്ങനെ കറുത്ത് പോകുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി കേട്ടോ. പിന്നെ ആ സെയിം വെളിച്ചെണ്ണയിലോട്ടേക്ക് തന്നെ നമ്മൾ ഒരു 1/2 സ്പൂണോളം നമ്മുടെ ഉഴുന്നില്ലേ അതും കൂടി ഇട്ടിട്ട് ഇതേപോലെ തന്നെ മൂപ്പിച്ചെടുക്കുക. ഇത് ഇൻസ്റ്റാഗ്രാമിൽ സോറിയിട്ട് ഞാൻ ആളുടെ പേര് ഓർക്കണില്ല, ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. പിന്നെ ഉഴുന്ന് മൂത്ത് കഴിഞ്ഞപ്പം അതൊരു ജസ്റ്റ് ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞപ്പം അതും ഞാൻ വേറെ പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി. പിന്നെ ആ സെയിം വെളിച്ചെണ്ണയിലോട്ടേക്ക് നമ്മൾ ഒരു സവാള, ഒരു 4 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി, ഇത്രയും കൂടെ. വേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ വേപ്പില ഇട്ടോ, എൻ്റെ കയ്യിൽ വേപ്പിലയില്ല. ഇതും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവാം. ഞാൻ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ആൾ മഞ്ഞപ്പൊടി ഇടണില്ല. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞപ്പൊടി ഇടണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മഞ്ഞപ്പൊടി ഇട്ടാൽ മതി. പിന്നെ ഒരു 2 തണ്ട് മല്ലിയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് ഒരു തക്കാളി നമ്മൾ ഉള്ളുവെങ്കിൽ 2 മല്ലിയില എടുക്കണമായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനതൊന്ന് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ചിട്ട് ഞാൻ ആ സംഭവം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതേ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ദോശേൻ്റെ മാവിൽ ഞാൻ ഒരു നുള്ള് ഈസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് സംഭവം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ തക്കാളി എല്ലാം വെന്ത് കഴിഞ്ഞപ്പം ഒരു പിടി തേങ്ങയും കൂടെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ആ സംഭവം ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മിക്സീൻ്റെ ജാറിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് എന്താ പറയുക, നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയേണ്ട. ചില സ്ഥലങ്ങളിൽ നമുക്ക് ആ ഒരു തേങ്ങ ഒന്നിങ്ങനെ എന്താ പറയുക, ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട, വെറുതെ ഒന്ന് കറക്കിയെടുത്താൽ മതി. നമ്മുടെ തക്കാളിയൊക്കെ ഓൾറെഡി വെന്തിരിക്കണോണ്ട് പെട്ടെന്ന് തന്നെ വരും. സംഭവം റെഡി ആയിട്ടുണ്ട്, ഇനി ഒന്നും ചെയ്യാനില്ല. അസാധ്യ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ അതേ ഞാൻ ദോശ ചൂരണതൊക്കെ മറന്നു പോയിട്ടോ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് ആ വെപ്രാളത്തിൽ പിന്നെ എൻ്റെ സ്റ്റാൻഡാണെങ്കിൽ പൊട്ടിപ്പോയി, ഫോൺ വെക്കണ സ്റ്റാൻഡ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ദോശയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു. ദോശ ഉച്ചയ്ക്ക് ഞാൻ ചുടുമ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്താണ്, നമ്മളിതേ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ്. ഞാൻ രാവിലത്തെ ഒരു പാത്രങ്ങൾ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അവിടെ കൂട്ടിയിട്ടിട്ട് ഇനി ഏട്ടൻ പോയിട്ട് കഴുകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നുമേ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൂടെ ഇങ്ങനെ സ്പീഡിലിട്ട് കഴുകുമ്പോൾ നല്ല സുഖമല്ലേ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ പാത്രം കഴുകുമ്പോഴാണ് അതിൻ്റെ കഷ്ടപ്പാട്. എനിക്ക് ഇഷ്ടമല്ല പാത്രം കഴുകാൻ. അപ്പം നമ്മളുടെ കിച്ചണും സംഭവങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. മറ്റേ ചമ്മന്തി ഇല്ലേ, ആ ചമ്മന്തി നല്ല അടിപൊളി ചമ്മന്തി കണ്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു എന്താണ് പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അവരുടെ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയത്. പാലക്കാടൻ
സ്റ്റൈൽ എന്തോ ചമ്മന്തി എന്ന് പറഞ്ഞിട്ടാണ് ആൾ ഇട്ടേക്കണത്. എന്തായാലും സംഭവം കിടുവാണ്. അതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ദോശയാണെങ്കിൽ ഇന്ന് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പൊടിക്ക് ഈസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം സെറ്റായിരുന്നു. നല്ല പോലെ പൊങ്ങി നല്ല നൈസായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മിക്കവാറും ഞാനിനി വൈകുന്നേരം എടുക്കുള്ളൂ. കാരണം ഉച്ചയ്ക്ക് ഞാൻ ചോറൊന്നും വെക്കണമൊന്നുമില്ല. എനിക്ക് ദോശ ഒരു 2 ദോശയ്ക്കുള്ള മാവ് ഇരിക്കേണ്ട, അതിനിരിക്കും കഴിക്കേണ്ടാവുക. രാത്രി നമുക്ക് ചപ്പാത്തിയും ഒരു വെജിറ്റബിൾ കറിയും ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് നേരം വർക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടി കിടക്കാം. പിന്നെ കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഓൾറെഡി തുണികൾ അവിടെ കിടക്കണോണ്ട് അതെടുത്ത് മാറ്റാണ്ട് നമ്മൾക്ക് മറ്റു തുണികൾ ഇടാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതൊക്കെ എടുത്ത് മടക്കി വെച്ചു. ഇവിടെ ആകുമ്പോൾ ഒരു പ്രശ്നം കേട്ടോ, നാട്ടിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ, നമുക്ക് മേളിൽ കൊണ്ടുപോയോ പുറത്തോ അഴ വിരിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ ബാൽക്കണി ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇത് നമുക്ക് അത്യാവശ്യം ഉണങ്ങി കിട്ടണോണ്ട് വെറുതെ കുറച്ച് നേരം അങ്ങ് ഇട്ടാൽ മതി. ആ ഒരു ഈർപ്പം പോയി കിട്ടി കഴിയുമ്പോഴത്തേക്കും സംഭവം നന്നായിട്ടൊക്കെ വന്നോളും. അപ്പോൾ അതേ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ചോറൊന്നും വെക്കില്ലാന്ന്. നമ്മുടെ ചമ്മന്തി ഞാൻ ഇച്ചിരി കൂടുതലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഉച്ചയ്ക്കലത്തേക്ക് എനിക്ക് ചമ്മന്തി ഉണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് 2 ദോശയ്ക്കുള്ള മാവ് ബാക്കി ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ അളവിച്ചിരി തെറ്റിപ്പോയി. സാധാരണ രാവിലത്തേക്ക് മാത്രമുള്ളതേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ നന്നായിട്ടോ, കാരണം രാത്രി ചപ്പാത്തിയോ അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്കലത്തേക്ക് എനിക്ക് വേണ്ടി മാത്രം ചോറുണ്ടാക്കാൻ വേണ്ടി നിൽക്കണം. ചോറുണ്ടാക്കുക എന്നുള്ളത് ഒരു ടാസ്ക് ആണല്ലോ. അപ്പോൾ എന്തായാലും നന്നായി ഇത് ഞാൻ കാണിച്ചു തരാട്ടെ. നല്ല നൈസായിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻ്റെ അപ്പം വന്നിട്ടുണ്ട്. മാവും ഇച്ചിരിയുടെ ബാക്കിയുണ്ട്. ചമ്മന്തി കുറച്ച് അധികം ബാക്കിയുണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ വെറുതെ അങ്ങ് കഴിച്ചു. സൂപ്പർ ചമ്മന്തിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ചമ്മന്തിയാണ്. ഞാൻ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ആദ്യമായിട്ട് ഉണ്ടാക്കണേന്ന്. ചിലപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമായിരിക്കുമല്ലോ, പക്ഷേ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കണേ. അതാണ് ഞാനിങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റിലെ സംഭവം പറയുന്നത്. അപ്പോൾ ഇതേ കണ്ട അതിൻ്റെ ദോശയൊക്കെ നല്ല പേപ്പർ ദോശ പോലെ നല്ല കുട്ടപ്പനായിട്ട് സംഭവം വന്നിട്ടുണ്ട്. നമ്മൾ അപ്പത്തിന് അരച്ച് വെക്കുമ്പോഴേ ചൂടുവെള്ളത്തിൻ്റെ മേലെ വെക്കുമ്പോൾ പൊന്തി വരാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഒരു ദിവസം ഈ ദോശേൻ്റെ മാവ് വെച്ചിട്ട് സക്സസ് ആയില്ല. അപ്പോഴാണ് ഞാൻ ഒരു ഇച്ചിരി ഈസ്റ്റ് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചതല്ല, ഞാനിത് പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പൊന്തി വരും, നമ്മൾക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. എന്തായാലും സംഭവം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. പിന്നെ നമ്മൾ സാധാ ദോശ കഴിക്കണ പോലെ തന്നെ അല്ലാതെ ഒരു ടേസ്റ്റ് വ്യത്യാസവും വരില്ല. എൻ്റെ ഡൗട്ട് അതായിരുന്നു, നമ്മൾ ഈസ്റ്റ് അപ്പത്തിലല്ലേ ഇടാം, അപ്പം ഇനി അപ്പത്തിൻ്റെ ടേസ്റ്റായി പോകും എന്നുള്ളൊരു ടെൻഷനായിരുന്നു. അങ്ങനെയൊന്നുമില്ല കേട്ടോ, അതൊക്കെ എൻ്റെ ഒരു പൊട്ടബുദ്ധിയായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്കാണിത് കഴിക്കുന്നെങ്കിലും ഈ ദോശ മുതലായ സംഭവങ്ങൾ കഴിക്കുമ്പം എന്തെങ്കിലും ചായയോ കാപ്പിയോ വേണമല്ലോ. അപ്പോൾ രാവിലെ നമ്മൾ എന്തായാലും ഒരു പാൽ ചായ കുടിച്ചതാണ്. ഇനി ചിലപ്പോൾ ഞാൻ രാത്രിയല്ല വൈകിട്ട് ഒരു പാൽ ചായ കൂടെ ഞാൻ കുടിക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി പാല് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ടൻ ചായ ആണ് ഉണ്ടാക്കിയത്. എല്ലാവരും പാല് ഒരുപാട് കുടിക്കരുതിട്ടാ. മാക്സിമം നമ്മൾ പാല് നമുക്ക് ബോണിന് നല്ലതാണെന്നൊക്കെ പറയും. പക്ഷെ അധികമായാൽ അമൃതം വിഷമെന്നാണല്ലോ. നമ്മുടെ വയറിന് അസുഖം കൂടുതൽ വരാൻ വേണ്ടിയിട്ട് ചാൻസ് തരുന്ന ഒരു സാധനമാണ് പാല്. അത് അമിതമായിട്ട് ഉപയോഗിച്ചാൽ കേട്ടോ. ഒരു ഗ്ലാസ് പാല് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ചായക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, എപ്പോഴെപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാൽ ചായ കുടിക്കണമെന്നുള്ളവർ, അവരൊക്കെ കുറച്ച് തുടങ്ങാം. കട്ടൻ ചായ നല്ലതൊന്നുമല്ല. പിന്നെ കുറച്ച് എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടിലും മുൻപ് മീനുകൾക്കും ഒരു 2 പീസ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് ആർക്കൊന്നും തോന്നണ്ട കേട്ടോ. ഞാൻ എപ്പോഴും കുറച്ച് അളവേ ഞാൻ കൊടുക്കണുള്ളൂ. രാവിലെയും ഉച്ചയ്ക്കും ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുങ്ങൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാറുണ്ട്. അത് ഒരുപാടൊന്നല്ല, 1 2 ആ ഒരു കട്ടയില്ലേ, അങ്ങനെ കുറച്ചിട്ട് കൊടുക്കും. 4 എണ്ണല്ലേ ഉള്ളൂ. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ അളിയൻസ് മുഖ്യം പിക്കല്. എൻ്റെ കുറച്ച് പരിപാടി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് എൻ്റെ പരിപാടിയൊക്കെ ഞാൻ കഴിഞ്ഞു. ഇപ്പം ഒരു 5 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചുമ്മാ കരോക്കെ എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് പാട്ടൊക്കെ പാടും. പിന്നെ ഈ ഒരു പുസ്തകം കൂടെ വായിക്കണം, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. കുറേ തവണ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. കുറേ ആൾക്കാർ വായിച്ചിട്ടുണ്ടായിരിക്കും, വായിക്കാത്തവർ വായിക്കുക. ഈ പുസ്തകവും ദ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് വായിക്കും, പ്രത്യേകിച്ച് എനിക്ക് സങ്കടം വരുമ്പോൾ. പിന്നെ ദ ഹിഡൻ ലോസ് ഓഫ് ഗെയിം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറേ ഹിഡൻ ലോസ് ഓഫ് ദ ഗെയിം, അത് തന്നെ. അപ്പോൾ കുറേ നല്ല കമൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് ആമസോണിൽ തപ്പി. പുസ്തകത്തിന് 46 ദിർഹംസ്,
അതിൻ്റെ ഡെലിവറി ചാർജ് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. 50 ദിർഹംസ്. അപ്പം തന്നെ ഞാൻ അതിനെ കാട്ടിയെടുത്ത് കാട്ടിക്കളഞ്ഞു. ഇനി കരാമയിൽ നമ്മൾ മിക്കവാറും അടുത്ത ഓഫിന് പോവും. അപ്പോൾ ഒന്ന് അവിടെ ചുറ്റിക്കറിയണം. അവിടെ 2-3 ബുക്ക് സ്റ്റോഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേയൊക്കെ എനിക്കറിയില്ല ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ അതൊന്ന് തപ്പണം. എനിക്ക് ആ പുസ്തകം വായിക്കണമെന്നുണ്ട്. കാരണം ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പുസ്തകങ്ങളാണ്. ഇങ്ങനത്തെ റിലേറ്റഡ് പുസ്തകങ്ങൾ കൂടുതൽ വായിക്കാൻ എനിക്കിഷ്ടം. അല്ലാത്ത നോവൽ സംഭവങ്ങൾ വലിയ താല്പര്യമില്ല. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മറ്റേ ലവ് സ്റ്റോറീസൊക്കെ ആയിരുന്നു. ചേതൻ ഭഗത്തിൻ്റെ ഭയങ്കര ഫാനൊക്കെ ആയിരുന്നു. അങ്ങനെ ആ പുസ്തകങ്ങളൊക്കെ വായിക്കായിരുന്നു. പക്ഷേ തള്ള വൈബ് വന്നപ്പോഴായിരിക്കും ഇപ്പം അങ്ങനത്തെ പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല. ഇങ്ങനത്തെ നമ്മുടെ കുറച്ചും കൂടെ ഇങ്ങനത്തെ റിലേറ്റഡ് സ്പിരിച്വൽ ഇൻ ദ സെൻസ് ലൈക്ക് യൂണിവേഴ്സ് അങ്ങനത്തെയൊക്കെ പുസ്തകങ്ങൾ വായിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എനിക്കതൊന്ന് തപ്പി നോക്കണം. പക്ഷേ ഇന്ന് എനിക്ക് നല്ല ഉറക്കം വരണ്ടായിരുന്നു. ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൂങ്ങിയാണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നത്. അപ്പം ഇനി എന്താ, ഞാൻ കുറച്ച് നേരം ചായയൊക്കെ കുടിക്കട്ടെ. നിങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ രാത്രി നമ്മൾക്കൊന്ന് ഉരുളക്കിഴങ്ങും ചപ്പാത്തിയും കുറച്ച് വെജിറ്റബിൾ കറിയും, ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നുണ്ട്, ക്യാരറ്റ് ഇരിക്കുന്നുണ്ട്, പിന്നെ ബീട്രൂട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസില്ലേ, ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കുറേ തപ്പിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു റെസിപ്പി ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു നമ്മുടെ മസാല എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കണം. ഞാൻ റിസൾട്ട് പറയും നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ചായയൊക്കെ കുടിക്കട്ടെ. പിന്നെ അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്നിട്ട് ഒരു 7 മണി 7:30 ആയപ്പോഴത്തേക്കും ആട്ടോ ഞാൻ എൻ്റെ തട്ടകത്തിലോട്ട് കടന്നത്. നമ്മൾ ചപ്പാത്തിക്ക് പരത്തി വെക്കാൻ പോവാണ്. ചപ്പാത്തിക്ക് ഉരുട്ടി വെക്കാൻ പോവാണ്. പരത്തിയല്ലിട്ട് ഉരുട്ടി വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ ഉരുട്ടി സെറ്റ് ചെയ്തിട്ട് ഞാനെങ്ങനെ വയ്ക്കും. പിന്നെ ഏട്ടൻ വരണേക്കാട്ടിലും കുറച്ച് നേരം മുന്നാണ് പരത്തി ചുട്ട് വെക്കുക. ചിലപ്പോൾ ഞാൻ നേരത്തെ പരത്തി വെച്ചിട്ട് ഏട്ടൻ വന്നിട്ട് ചുടും, അല്ലെങ്കിൽ ഏട്ടൻ വന്നതിന് ശേഷം പരത്തിയിട്ട് ചുടും. ഞങ്ങൾക്ക് എന്താ പറയുക, കുറച്ച് ചുട്ടാൽ മതിയില്ല. അതുകൊണ്ട് വേഗം അതിൻ്റെ പരിപാടി കഴിയുമല്ലോ. ഞാൻ ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു 3 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് ആ ഒരു മസാല ഉണ്ടാക്കാൻ പോണേ. അപ്പം ഓൾറെഡി 2 ബീട്രൂട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ബീട്രൂട്ട് ആകുമ്പോൾ ചിലപ്പോൾ കറി കൂടുതലായിരിക്കുമല്ലേ. അപ്പോൾ മോരും തേങ്ങയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ചോറിന് മറ്റേ ബീട്രൂട്ട് പച്ചടിയില്ലേ, എനിക്ക് ആ സാധനം നല്ല ഇഷ്ടമാണ്. അത് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ബീട്രൂട്ട് ഞാൻ എടുത്ത് വെച്ചു. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഇന്ത്യൻ കോഫി ഹൗസിലെ റെസിപ്പി ആണ് ഏതോ ഒരു ചേച്ചി ഇട്ടിരിക്കുന്നത്. അതേപോലെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിക്കണത്. പക്ഷേ സത്യം എന്താണെന്നറിയോ, ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിൽ ഈ കറി ഞാൻ കഴിച്ചിട്ടില്ല. പണ്ടെങ്ങാണ്ട് അവിടെ നിന്ന് ഒരു മസാല ദോശ കഴിച്ചതല്ലാണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പം ഉണ്ടാക്കാം എന്തായാലും. അപ്പോൾ ഈ സാധനങ്ങൾ എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചക്കറി, സവാള, ഇഞ്ചി, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം തുടങ്ങാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് പൊട്ടിച്ചു, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് വാട്ടാട്ടാ. കടുകൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാതിരുന്നത് എൻ്റെ സ്റ്റാൻഡ് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ അതും ഇതും എല്ലാം കൂടെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പം കുറേ നേരം വെളിച്ചെണ്ണയൊക്കെ അവിടെ കിടന്ന് പുകഞ്ഞ് കഴിഞ്ഞാലേ ഫയറെല്ലാം അടിയും. എനിക്ക് പേടിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ നമ്മുടെ മസാലകൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കറി മസാല അതെല്ലാം ഇട്ടു. ഒരു തക്കാളി ഇട്ട് വഴറ്റി നമ്മളുടെ എല്ലാ പച്ചക്കറികൾ കൂടെ ഞാനിട്ടു. ഇപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. ഞാൻ ഇതുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴും ആലോചിച്ചത് നമ്മളുടെ സാധാ മസാലയല്ലേ, ഇതിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് സംഭവങ്ങളൊന്നും വരണമൊന്നുമില്ല. പക്ഷെ ആ വീഡിയോയിൽ എന്താ പറയുക, വലിയ കാര്യമായിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ എന്താണ് മസാലക്കൂട്ടിൻ്റെ രഹസ്യം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ആൾ ഇട്ടിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മളുടെ സാധാ മസാലകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ മസാല വെച്ച് എന്തായാലും സംഭവം ടേസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ആണോന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമ്മളുടെ ഒരു മസാലക്കറി എന്തായാലും അടിപൊളിയായിരിക്കും. ചപ്പാത്തിക്കൊക്കെ എന്തായാലും കിടുവായിരിക്കും. ചപ്പാത്തിക്കാണെങ്കിലും ചോറിനാണെങ്കിലും കിടുവായിരിക്കും. ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, അതൊന്നും ഇനി വേവണം. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഞാൻ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത് പരത്തി വെക്കണം. പിന്നെ ഏട്ടൻ വന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ കറിയൊക്കെ ആയിട്ടോ. ഇത് ഇന്ത്യൻ കോഫി ഹൗസിലെ കറിയാണോ അതോ വേറെ എന്തെങ്കിലും കറിയാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ സംഭവം എന്തായാലും കിടുവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ശരി, ടാറ്റാ.